ഗുഡ് മോർണിംഗ് എവരി വൺ. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ? +2 ഫിസിക്സിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു തുടങ്ങിയല്ലോ. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന ചാപ്റ്റർ ആയിരിക്കും നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവുക. അതിൽ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്, കൂളൂംസ് ലോ, ഈ പാർട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുമുണ്ട്. ടുഡേ വി ഡിസ്കസ് എ ന്യൂ കോൺസെപ്റ്റ് കോൾഡ് ഇലക്ട്രിക് ഫീൽഡ്. ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ഈ ഫിഗറിലേക്കൊന്ന് നോക്കി. എന്തൊക്കെയാണ് കാണുന്നത്? അതെ, ഒരു മാഗ്നറ്റ് ഉണ്ട്, ഒരു യു ഷേപ്ഡ് മാഗ്നറ്റ് ഉണ്ട്. ആ മാഗ്നറ്റ് അടുത്ത് നമ്മളൊരു പിന്നും പ്ലേസ് ചെയ്തിട്ടുണ്ട്. എന്തായിരിക്കും സംഭവിക്കുക? ദ മാഗ്നറ്റ് വിൽ അട്രാക്ട് ദ പിൻ. മാഗ്നറ്റ് വിൽ അട്രാക്ട് ദ പിൻ മീൻസ് magnet will exert a force on the pin. But how is it possible? The magnet do not touch the pin. Then how the magnet can exert a force on the pin? ഇതാണ് നമ്മൾ ഇവിടെ കാണുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ. സോ നമുക്കിവിടെ ആൻസർ ചെയ്യേണ്ട ആദ്യ ക്വസ്റ്റ്യൻ, ഹൗ ആൻ ഓബ്ജക്റ്റ് ക്യാൻ എക്സേർട്ട് എ ഫോഴ്സ് ഓൺ അനദർ ഓബ്ജക്റ്റ് വിതൗട്ട് ടച്ചിങ് ഇറ്റ്. ഇനി ഒരെണ്ണം കൂടി ഞാൻ ചോദിച്ചോട്ടെ. ഇനി പിൻ ഇവിടെ നിന്ന് റിമൂവ് ചെയ്തു എന്ന് വിചാരിക്കൂ. അങ്ങനെ പിൻ റിമൂവ് ചെയ്താൽ ഈസ് എനിത്തിങ് ലെഫ്റ്റ് ഇൻ ദ ലൊക്കേഷൻ ഓഫ് ദ പിൻ? ഉറപ്പായും നിങ്ങളുടെ ആൻസർ ഇല്ല എന്നായിരിക്കും. അവിടെ ഞാൻ ഒന്നുകൂടി ചോദിക്കുന്നു, ഇഫ് നത്തിങ് ഈസ് ലെഫ്റ്റ് ഇൻ ദ പൊസിഷൻ ദെൻ ഹൗ എ ഫോഴ്സ് ക്യാൻ ബി എക്സേർട്ടഡ് ഓൺ ദ പിൻ? ഈ രണ്ട് ക്വസ്റ്റ്യനാണ് നമ്മളിവിടെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി വളരെ മുമ്പ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്ന ഒരു കോൺസെപ്റ്റാണ് ദ കോൺസെപ്റ്റ് ഓഫ് ഫീൽഡ്. ഇവിടെ മാഗ്നറ്റ് ഈസ് പ്രൊഡ്യൂസിങ് എ ഫീൽഡ് അറൗണ്ട് ഇറ്റ്. മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് ആ ഫീൽഡിനെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞു. ദിസ് പിൻ ഈസ് പ്ലേസ്ഡ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ്. സോ ദ മാഗ്നറ്റിക് ഫീൽഡ് ആക്ടിങ് ഓൺ ദ പിൻ പ്രൊഡ്യൂസസ് ദ ഫോഴ്സ്. നമ്മൾ ഈ പിന്നിനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി പ്രസൻറ്റ് ദെയർ. ഈ ഫിഗറിൽ വരുത്തിയിരിക്കുന്ന വ്യത്യാസം നോക്കി. ഞാൻ മാഗ്നറ്റിൻ്റെ അടുത്ത് നിന്നും പിന്നിനെ അല്പം കൂടി ദൂരേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. പിന്നിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന് ഇപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? എല്ലാവർക്കും അതറിയാം, ഫോഴ്സ് കുറയും. നമുക്കറിയേണ്ടത് എന്തുകൊണ്ടാണ് ഈ ഫോഴ്സ് കുറയുന്നത്. മാഗ്നറ്റ് നേരത്തെ ഉള്ള അതേ മാഗ്നറ്റ് തന്നെയാണ്, നേരത്തെ നമ്മൾ ഉപയോഗിച്ച അതേ പിന്ന് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഫോഴ്സ് കുറഞ്ഞത്? അപ്പോൾ ഉറപ്പായും മാഗ്നറ്റ് ഇപ്പോൾ പിന്നിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡിൻ്റെ വാല്യൂ കുറഞ്ഞിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെ നമ്മൾ പറയും ഈ രണ്ടാമത്തെ പൊസിഷനിൽ ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കുറവാണ്, ആദ്യത്തെ പോയിന്റിൽ ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടുതലുമാണ് എന്നാണ് നമ്മളിവിടെ പറയാറ്. നമ്മൾ ഈ കണ്ട സിറ്റുവേഷനെ ഇലക്ട്രിക് ചാർജുകളിലേക്ക് മാറ്റിയാൽ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഫിഗറിൽ എ ചാർജ് Q ഈസ് ഫിക്സ്ഡ് അറ്റ് ദി ഒറിജിൻ ഓഫ് ദി കോർഡിനേറ്റ് സിസ്റ്റം ആൻഡ് അനദർ ചാർജ് സ്മോൾ q ഈസ് പ്ലേസ്ഡ് അറ്റ് എ പോയിന്റ് P such that OP is equal to R. Here the charge capital Q will exert a force on small q. നേരത്തെ എക്സാമ്പിൾ മാഗ്നറ്റിന് പകരമാണ് നമ്മളിവിടെ ക്യാപിറ്റൽ Q കൺസിഡർ ചെയ്യുന്നത്. ആ പിന്നിന് പകരമാണ് സ്മോൾ q എന്ന ചാർജും കൺസിഡർ ചെയ്തിരിക്കുന്നത്. മാഗ്നറ്റ് പിന്നിലേക്ക് ഫോഴ്സ് എക്സേർട്ട് ചെയ്തതുപോലെ ദ ചാർജ് ക്യാപിറ്റൽ Q will exert a force on the charge small q. But here there is a difference. That force can be either an attractive force or a repulsive force depending on the sign of the charges. Anyway, the charge capital Q is exerting a force on small q. എങ്ങനെയാണ് ഇത് പോസിബിൾ ആകുക? The charge capital Q is not touching small q. So we can assume this capital Q is producing a field around it. The charge small q is placed in that field. This field is producing a force on small q. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ക്യാപിറ്റൽ Q എന്ന ചാർജാണ്. അതുകൊണ്ട് ആ ചാർജിനെ നമുക്ക് സോഴ്സ് ചാർജ് എന്നും സ്മോൾ q എന്ന ചാർജിനെ ടെസ്റ്റ് ചാർജ് എന്നും വിളിക്കാം. ഈ P എന്ന പോയിൻ്റ് Oയിൽ നിന്നും ദൂരേക്ക് മൂവ് ചെയ്യിക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ സ്മോൾ q എന്ന ചാർജും അതിനോടൊപ്പം മൂവ് ചെയ്യും. ആ സ്മോൾ ക്യൂവിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ വാല്യൂ നമ്മൾ കൂളംസ് ലോയിൽ കണ്ടതാണ്. ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫോഴ്സിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യും. സോ ഫോഴ്സ് അവിടെ കുറയും. അങ്ങനെ ഫോഴ്സ് കുറയുകയാണെങ്കിൽ ആ പുതിയ പോയിന്റുകളിൽ
ക്യാപിറ്റൽ ക്യൂ എന്ന ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും എന്നാണ് നമ്മളുടെ അസംഷൻ. അപ്പോൾ ഇവിടെ നമുക്കൊരു പുതിയ ടേം ഡിഫൈൻ ചെയ്യാം, ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യു അസ്യൂം സ്മോൾ ക്യൂ ഈസ് ഈക്വൽ ടു 1 coulomb. Then you measure how much force is acting on 1 coulomb. That force is called intensity of electric field at the point P. So we can define magnitude of intensity of electric field at a point in an electric field as the force experienced by unit positive charge placed at that point. Let the force experienced by the test charge is F. Then intensity of electric field, which is defined as the force per unit charge, is given by the equation E equals F divided by Q, and we can write this equation as F is equal to EQ also. Since intensity of electric field is the ratio of force to charge, the unit of intensity of electric field will be Newton Coulomb inverse, and in the next chapter we will show that this unit is same as volt per meter. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഒ എന്ന പോയിന്റിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന സോഴ്സ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡിനെ കുറിച്ചാണ്. ഇവിടെ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ടർ, സ്മോൾ ക്യൂ എന്ന ടെസ്റ്റ് ചാർജിന് അതിന് ചുറ്റും അതിൻ്റേതായ ഒരു ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ആ ഫീൽഡിലാണ് ക്യാപിറ്റൽ ക്യൂ എന്ന സോഴ്സ് ചാർജിനെ നമ്മളിപ്പോൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ക്യാപിറ്റൽ ക്യൂ എന്ന ചാർജിലും ഒരു ഫോഴ്സ് ഉണ്ടാവണ്ടേ? അങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ടായാൽ ദാറ്റ് സോഴ്സ് ചാർജ് വിൽ ഗെറ്റ് എ ടെൻഡൻസി ടു മൂവ്. ഈ കൺഫ്യൂഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ ഒരു ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ദ ടെസ്റ്റ് ചാർജ് ക്യൂ ടെൻസ് ടു 0. So the equation for intensity of electric field will become E equals limit Q tends to 0 F divided by Q. Q tends to 0 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മീനിങ് അറിയാം. The charge Q has to be very very small. ഇത് very very small എന്ന് പറയുമ്പോൾ അത് 1 coulomb ആവണം. 1 coulomb വരെ ചെറുതാകണോ? അതോ 1 coulombിനേക്കാളും ചെറിയ ചാർജ് പോസിബിൾ ആണോ? 0.5 coulomb, 0.1 coulomb, അങ്ങനെ ചാർജിൻ്റെ വാല്യൂവിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എവിടം വരെയാണ് നമുക്ക് ചാർജിൻ്റെ വാല്യൂവിനെ മിനിമൈസ് ചെയ്യാൻ പറ്റുന്നത്? ചാർജിൻ്റെ ലീസ്റ്റ് വാല്യൂ ഏതാണ്? ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇതൊന്ന് ആലോചിച്ച് നോക്കുക. ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. വെക്റ്റർ ക്വാണ്ടിറ്റി ആകുമ്പോൾ നമുക്കതിൻ്റെ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യണം. ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷന് വേണ്ടിയിട്ട് ഈ ഫിഗർ നിങ്ങൾ കാണുക. ഇൻ ദ ഫിഗർ എ പോസിറ്റീവ് ചാർജ് ഈസ് ഫിക്സ്ഡ് അറ്റ് ദ പോയിൻറ്റ് എ നെഗറ്റീവ് ചാർജ് ഈസ് ഫിക്സ്ഡ് അറ്റ് ദ പോയിൻറ്റ് ബി, and a test charge is placed in between. The positive charge fixed on the point A will exert a force on the test charge. And you know, the positive charge will repel the test charge. I assume that the test charge is positive. And the force exerted by the positive charge on the test charge is directed away from the point A. So the intensity of electric field due to a positive charge is directed away from it. Now you think about the negative charge fixed at the point B. This negative charge will attract the test charge. So the force on the test charge due to the negative charge is directed towards the point B. So now I can say the intensity of electric field due to a negative charge is directed towards the charge. ഈ ഫിഗറിൽ ഒരു പോയിൻറ്റ് പോസിറ്റീവ് ചാർജിൻ്റെയും ഒരു പോയിൻറ്റ് നെഗറ്റീവ് ചാർജിൻ്റെയും ഇലക്ട്രിക് ഫീൽഡ് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഫിഗറിലേക്ക് നോക്കുക, അതൊരു പോസിറ്റീവ് ചാർജാണ്. ആരോ മാർക്കിൻ്റെ ഡയറക്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾ ദി ആരോസ് ആർ ഡയറക്റ്റഡ് എവേ ഫ്രം ദ ചാർജ്. രണ്ടാമത്തെ ഫിഗറിൽ വരുന്ന വ്യത്യാസം നോക്കുക, ഇറ്റ്സ് എ നെഗറ്റീവ് ചാർജ് ആൻഡ് യു സീ ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡയറക്റ്റഡ് ടുവേഴ്സ് ദ നെഗറ്റീവ് ചാർജ്. ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഒന്നുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ, you watch the figure. There are two plates, a positive plate A and a negative plate B. We can say intensity of electric field is directed away from the positive plate and it is directed towards the negative plate. Simply saying
the field is directed from A to B. ഫിഗറിൽ അത് കാണിച്ചിട്ടുണ്ട്. The field is directed from A to B. Now, in this field, let's place a positive charge. നമുക്കറിയാം ഈ പോസിറ്റീവ് പ്ലേറ്റ് പോസിറ്റീവ് ചാർജിനെ റിപ്പൽ ചെയ്യും. അറ്റ് ദ സെയിം ടൈം ദ പോസിറ്റീവ് ചാർജ് ഈസ് അട്രാക്റ്റഡ് ബൈ ദ നെഗറ്റീവ് പ്ലേറ്റ്. So the net force on the positive charge is from the positive plate to the negative plate. ഇപ്പോൾ ഫിഗറിൽ രണ്ട് വെക്ടേഴ്സ് ഉണ്ട്. ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ പോസിറ്റീവ് ചാർജ്. അതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഡയറക്ഷൻ നിങ്ങളൊന്ന് കമ്പയർ ചെയ്തേ. ആൻഡ് യു ക്യാൻ സി both the vectors are in the same direction. ഇനി ഇതേ ഫീൽഡിലേക്ക് നമുക്കൊരു നെഗറ്റീവ് ചാർജിനെ കൂടി പ്ലേസ് ചെയ്യാം. The positive plate will attract the negative charge and at the same time the negative plate will repel it. അപ്പോൾ ക്ലിയർ ആണ്, the net force on the negative charge is directed towards the positive plate. ഇപ്പോൾ ഫിഗറിൽ കാണുന്ന ഈ മൂന്ന് വെക്ടേഴ്സിൻ്റെയും ഡയറക്ഷൻ ഒന്ന് കമ്പയർ ചെയ്താൽ നമുക്ക് പറയാൻ പറ്റും a positive charge in an electric field experiences a force in the direction of the field and a negative charge placed in an electric field experiences a force opposite to the direction of the electric field. നമുക്കിതിനെ ബേസ് ചെയ്തിട്ട് ഒരു എക്സസൈസ് ചെയ്യാം. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം, ആ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതുക. The force experienced by a proton placed in an upward electric field of 4 into 10 raised to 4 Newton per coulomb is. I will give you 4 options. The first option, 6.4 into 10 raised to minus 15 Newton downwards. Second option, 6.4 into 10 raised to minus 15 Newton upwards. Third option, 2.5 into 10 raised to minus 15 Newton downwards. And the last option, 0.4 into 10 raised to minus 15 Newton upwards. Okay, ഇതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ സെലക്ട് ചെയ്യാൻ some of the choices say you that the force is in the downward direction and some other choices are telling you that the force is in the upward direction. So first let's fix the direction of the force. Here you are calculating the force experienced by a proton. Remember, proton is positively charged. That positively charged proton is placed in an electric field. ഇപ്പോൾ നമ്മൾ കണ്ടതാണ് a positively charged particle will experience a force in the direction of the field. Here the field is in the upward direction, so it is clear that the force on the proton is directed upward. So we can leave the options A and C. നമുക്ക് രണ്ട് ഓപ്ഷൻസേ ബാക്കിയുള്ളൂ. Then correct answer calculate ചെയ്യാൻ we can use the formula F equals EQ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4 into 10 raised to 4 into Q is 1.6 into 10 raised to minus 19. 10 raised to minus 19 into 10 raised to 4 will give you 10 raised to minus 15. നമ്മുടെ രണ്ട് ചോയ്സിലും 10 raised to minus 15 ഉണ്ട്. ഇനി ബാക്കിയുള്ളത് 4 into 1.6 ആണ്. 4 into 1.6 is 6.4. So the answer is 6.4 into 10 raised to minus 15 Newton acting in the upward direction. അപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. ക്വസ്റ്റ്യൻ എഴുതാം. An oil drop of 12 excess electrons is held stationary under a constant electric field of 2.55 into 10 raised to 4 Newton per coulomb in a Millikan's oil drop experiment. Density of oil is 1.260 gram per centimeter cube. Estimate the radius of the drop. Given G equals 9.81 meter per second square and E equals 1.6 into 10 raised to minus 19 coulomb. നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് മുൻപ് ഇതിൽ ആ ലിക്വിഡിൻ്റെ ഡെൻസിറ്റിയുടെ വാല്യൂ തന്നിരിക്കുന്നത് നോക്ക്. 1.260 gram per centimeter cube. 1.260. ആ സീറോയുടെ ആവശ്യം ഉണ്ടായിരുന്നു.
1.26 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാലും പോരെ. എന്തിനാണ് ഡെൻസിറ്റി 1.260 എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നതും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ സീറോയ്ക്ക് എന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് ആലോചിച്ച് കണ്ടുപിടിച്ചിട്ട് നിങ്ങളുടെ ടീച്ചറുമായിട്ട് അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യുക. നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വന്നാൽ, മില്ലിക്കൻസ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പാണ് നിങ്ങൾ ഈ കാണുന്നത്. There are two metallic plates, a plate A and a plate B. An oil drop is placed in between the plates. രണ്ട് പ്ലേറ്റിനിടയിൽ ഇങ്ങനെ ഒരു ഓയിൽ ഡ്രോപ്പ് വെച്ചാൽ ഷോ ദാറ്റ് ഓയിൽ ഡ്രോപ്പ് വിൽ fall down because of its weight. So weight of the oil drop also is shown in the figure. The weight of the drop is mg acting downwards. ഈ ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഡ്രോപ്പിനെ ഇവിടെ സ്റ്റേഷനറി ആക്കി നിർത്തി എന്നാണ്. ഡ്രോപ്പ് സ്റ്റേഷനറി ആയിട്ട് നിൽക്കണമെങ്കിൽ ഉറപ്പായും ഡ്രോപ്പിലേക്ക് ഒരു അപ്വേർഡ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യണം. അപ്വേർഡ് ഫോഴ്സ് കൊടുക്കാൻ ആദ്യം നമുക്ക് ചെക്ക് ചെയ്യാം ഈ ഡ്രോപ്പ് ചാർജ്ഡ് ആണോ. ഒന്ന് നോക്കിയേ, ഡ്രോപ്പ് ചാർജ്ഡ് ആണോ എന്ന് ക്വസ്റ്റിന് തന്നിട്ടുണ്ടോ എന്ന്. ഇൻഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ഓയിൽ ഡ്രോപ്പ് കണ്ടെയ്ൻസ് 12 ഇലക്ട്രോൺസ് ഇൻ എക്സസ്. ദാറ്റ് മീൻസ് ദ ഓയിൽ ഡ്രോപ്പ് ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ്. നെഗറ്റീവ് ചാർജുള്ള ഈ ഓയിൽ ഡ്രോപ്പിനെ അവിടെ സ്റ്റേഷനറി ആക്കണമെങ്കിൽ എ എന്ന പ്ലേറ്റിലേക്ക് ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യലും ബി എന്ന പ്ലേറ്റിലേക്ക് ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യലും അപ്ലൈ ചെയ്താൽ മതിയാകും. അതായത് വി ആർ അപ്ലൈയിങ് ആൻ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്റ്റഡ് ഫ്രം എ ടു ബി. ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഡ്രോപ്പിൻ്റെ ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റായി, ദാറ്റ് മീൻസ് ഇൻ ദി അപ്പർ ഡയറക്ഷൻ, ദർ വിൽ ബി എ ഫോഴ്സ് and that force is marked as EQ in the figure. Now there are two forces EQ and mg, and you can see they are acting in opposite direction. If the drop has to be stationary, the condition is mg equals EQ. So we can start solving the problem. We have the working formula mg equals EQ. Q ന്റെ വാല്യൂ തന്നിട്ടുണ്ടോ? 12 ഇലക്ട്രോൺസ് എക്സസ് ആണ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ ദ ഡ്രോപ്പ് ഹാസ് എ ചാർജ് ഓഫ് Q ഈക്വൽസ് 12 E. ദാറ്റ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് ക്വാണ്ടൈസേഷൻ. So instead of Q we can substitute 12E. Then in the question they are asking you to calculate the value of radius. പക്ഷേ നമ്മുടെ ഫോർമുലയിൽ റേഡിയസ് ഇല്ല, പകരം ഫോർമുലയിലുള്ളത് മാസ്സാണ്. സോ ഡ്രോപ്പിൻ്റെ മാസിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം ആസ് വോളിയം ഇൻറ്റു ഡെൻസിറ്റി. ഈ ചേഞ്ചസ് ഈക്വേഷനിലേക്ക് വരുത്തുമ്പോൾ നിങ്ങൾ ഈ കാണുന്നത് പോലെ ആ ഈക്വേഷൻ ചേഞ്ച് ചെയ്യും. 4/3 πr³ ഇൻറ്റു റോ ഇൻറ്റു ജി ഈക്വൽസ് ക്യാപിറ്റൽ ഇ ഇൻറ്റു 12E. ഈ ഇക്വേഷനിൽ ആകെ ഒരു അൺനോണേ ഉള്ളൂ, ദാറ്റ് ഈസ് ദ റേഡിയസ് ഓഫ് ദ ഡ്രോപ്പ്. തന്നിരിക്കുന്ന വാല്യൂസ് ഇതിനകത്തേക്ക് SI യൂണിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റേഡിയസ് ഓഫ് ദ ഡ്രോപ്പ് കാൽക്കുലേറ്റ് ചെയ്യുക ഇൻ ദ യൂണിറ്റ് മീറ്റർ. ഈ കിട്ടുന്ന ആൻസറും കൂടി സ്കൂളിലെ ഫിസിക്സ് ടീച്ചറിന് സബ്മിറ്റ് ചെയ്യാം. നമുക്കിനി ഒരു ചെറിയ ഡെറിവേഷൻ കൂടി ചെയ്യാം. ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഫിഗർ ഇപ്പോൾ നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആണ്. Q is a point charge. It is fixed at the point O, and at the point P, which is at a distance of r from the origin, a test charge Q is placed. I am going to calculate the force acting on Q, the test charge. By Coulomb's law, we know the equation for that force is F equals 1/4πε0 into Q divided by r square into r cap. എല്ലാവർക്കും അറിയാവുന്ന ഫോർമുലയാണിത്. Intensity at P is defined as E equals F divided by Q. So directly you will get the equation for intensity. E equals 1/4πε0 into Q divided by r square into r cap. This is the expression for the intensity of electric field at a point due to a point charge. നമുക്ക് ഈ ഡിസ്കഷനെ ഒന്നുകൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ, ഇവിടെ ഞാൻ ഒരു പോയിന്റ് ചാർജ് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ, ക്യാപിറ്റൽ Q എന്ന് പറയുന്ന ഒരു ചാർജ് മാത്രം. ഇങ്ങനെയുള്ള ഒത്തിരി ചാർജുകളുണ്ടെന്ന് വിചാരിക്കൂ, Q1, Q2, Q3, a large number of charges are there. How can you calculate the total intensity at the point P? ഇതിന് സിമിലറായ ഒരു വർക്ക് നിങ്ങൾ കൂളംസ് ലോയോട് കണക്ട് ചെയ്ത് ഫോഴ്സ് എമംഗ് മൾട്ടിപ്പിൾ ചാർജസ് എന്ന പാർട്ടിൽ ചെയ്തിട്ടുണ്ട്. അവിടെ ഫോഴ്സ് ആയിരുന്നു, ഫോഴ്സിന് പകരം നമ്മളിവിടെ ഇൻറ്റൻസിറ്റി യൂസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് P എന്ന പോയിന്റിൽ എത്ര ഇൻറ്റൻസിറ്റി ഉണ്ടാവും എന്നത് ഒരു അസൈൻമെൻറ്റായി ചെയ്യുക.
ഈ പോയിൻറ്റ് ചാർജ് കൊണ്ടുള്ള ഇൻറ്റൻസിറ്റിയെ ബേസ് ചെയ്തിട്ട് ഒരു ന്യൂമറിക്കൽ കൂടി നമുക്ക് ചെയ്യാം. ആ ക്വസ്റ്റ്യൻ കൂടി എഴുതുക. കാൽക്കുലേറ്റ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിൻറ്റ് 4 millimeter away from an alpha particle. Here you can treat alpha particle as a point charge. So the equation for the intensity, നമ്മളിപ്പോൾ കണ്ട ഇക്വേഷൻ ആണ് E equal to 1/4 pi epsilon 0 into Q divided by R square. You need only two values Q and R. Q alpha particle charge ആണ്. You know alpha particle is equivalent to a helium nucleus. So it consists of 2 protons. So the charge of alpha particle is 2 into 1.6 into 10 raised to minus 19 coulomb. Distance is given, R is equal to 4 millimeter. Don't forget to convert to meter. So R equal to 4 into 10 raised to minus 3 meter. ഈ രണ്ട് വാല്യൂവും കൂടി ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. You will get the intensity of electric field as 1.8 into 10 raised to minus 4 Newton per coulomb. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതെല്ലാം നമുക്കൊന്നുകൂടി വളരെ പെട്ടെന്ന് ഓർത്തു പോവാം. ആദ്യം നമ്മൾ പറഞ്ഞത് ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡാണ്. ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഇറ്റ് ഈസ് എ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പ്ലേസ്ഡ് അറ്റ് ദ പോയിൻറ്റ്. ഇക്വേഷൻ ഫോർ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് E equals F/Q or F equals EQ. The SI unit of intensity of electric field is Newton per coulomb or volt per meter. Intensity of electric field is a vector quantity. The direction of intensity of electric field is from the positive charge to the negative charge. In an electric field, a positive charge will experience a force in the direction of the field, and a negative charge will experience a force opposite to the direction of the field. Intensity of electric field at a point due to a point charge is given by the expression E equals 1/4 pi epsilon 0 into Q divided by R square. നമ്മൾ ഫിസിക്സ് പഠിച്ചു തുടങ്ങുമ്പോൾ, ഏറ്റവും ആദ്യമേ ഫിസിക്സ് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ കേൾക്കുന്ന ഒരു കഥയുണ്ട്. ഐസക് ന്യൂട്ടൻ ഒരു ആപ്പിൾ താഴേക്ക് വീഴുന്നത് കണ്ടതും അതിൽ നിന്ന് തിയറി ഓഫ് ഗ്രാവിറ്റേഷൻ ഡെവലപ്പ് ചെയ്തതുമായ കഥ. നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചാൽ, this apple is falling down because earth is exerting a force on it. എർത്തിന് ആപ്പിളിനെ ടച്ച് ചെയ്യാതെ എങ്ങനെയാണ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ തീർച്ചയായും എർത്ത് അതിന് ചുറ്റും ഒരു ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. എർത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് ആയതുകൊണ്ട് ആ ഫീൽഡിനെ നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയാം. ആ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ആപ്പിളിൽ ആക്ട് ചെയ്താണ് ആപ്പിളിൽ ഒരു ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട അസൈൻമെൻറ്റ്, യു റൈറ്റ് എ പാരഗ്രാഫ് as a comparison between electric field and gravitational field. ഇലക്ട്രിക് ഫീൽഡും ഗ്രാവിറ്റേഷണൽ ഫീൽഡും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട് ഒരു പാരഗ്രാഫ് എഴുതുക. ഇതെല്ലാം കൂടി നിങ്ങളുടെ സ്കൂളിലെ ഫിസിക്സ് ടീച്ചറിന് സബ്മിറ്റ് ചെയ്യുക. ആൻഡ് ഫൈനലി, താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ഇൻ ടച്ച് വിത്ത് യുവർ ടീച്ചേഴ്സ്. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.